കുഞ്ഞുമക്കളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. യേശുദമ്പുരാൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യ പ്രീതി വളർന്നു വന്നതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ നമുക്കുള്ള കാലമാണ്. ഭവനത്തിൽ നിന്നും മാതാപിതാക്കളുടെ സ്നേഹവും കരുതലുമൊക്കെ വാത്സല്യവുമൊക്കെ അനുഭവിച്ച് കലാലയത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വരിക എന്നതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇവിടെയാണ് യേശുവിനെ അറിഞ്ഞ് അവനെ വളരുവാൻ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ആ നിയോഗം ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ വളരെ ഗൗരവപരമായ ഒരു ശുശ്രൂഷയാണ് വിശ്വാസ പരിശീലനം, ഒരു നിയോഗമാണ്. ഇന്ന് ഇത്രയും മക്കൾ കാഴ്ചയർപ്പണത്തിനായി ഈ അനുഗ്രഹീതമായ ദിവസം ഒരുങ്ങി വന്നിരിക്കുന്നു. അവരെ ഓരോരുത്തരെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കും സമൂഹത്തിനും ദൈവത്തിനും നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായി ഈ മക്കൾ ഓരോരുത്തരും വളർന്നു വരുവാൻ, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകുവാൻ, പരിശുദ്ധാത്മ നിറവുണ്ടാകുവാനായിട്ട് ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാൻ സൂചിപ്പിച്ചു, മതബോധം വിശ്വാസ പരിശീലനം വളരെ ഗൗരവതരമായ ഒരു ശുശ്രൂഷയാണ്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ അധ്യാപകരും സമർപ്പിതരും വൈദികരും നിങ്ങൾ ഓരോരുത്തരും ഇടപെടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ വിശ്വാസ പരിശീലനത്തിന് അയക്കുവാൻ എല്ലാ ദിവസവും മുടങ്ങാതെ അതിനൊരുക്കി അയക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയാറുണ്ട്, കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലെ അവർക്ക് പകർന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കണം യഥാസമയം. മറിയോനീസ് തിരുമേനി സൂചിപ്പിക്കുന്നത് പോലെ വിതയ്ക്കാത്തിടത്ത് നിന്ന് നമുക്ക് ഫലം പ്രതീക്ഷിക്കാനാവില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ നാം പകർന്നു നൽകുന്ന ക്രിസ്തുവാകുന്ന ആ ദൈവികത അത് വളരാനും കൂടുതൽ ഫലം പ്രാപിക്കുവാനും അങ്ങനെ നമുക്ക് ഇടയാകണം. സൂചിപ്പിച്ചതുപോലെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പരിശീലന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ ത്യാഗോചിതമായ ശുശ്രൂഷയും നമ്മുടെ അധ്യാപകരെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി നിയോഗം സമർപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണ്, അവരെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് വേണ്ടിയാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ സെലി ഒരു പുതിയ ദൗത്യവുമായി ഇടവകയിൽ നിന്ന് സ്ഥലം മാറിപ്പോവുകയാണ്. സിസ്റ്ററിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതും വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം അനുസ്മരിക്കുക എന്നുള്ളതുമാണ്. വിശുദ്ധ കുർബാനയുടെ അവസാനം ബഹുമാനപ്പെട്ട സിസ്റ്ററിന് നന്ദി പറയാൻ നമുക്ക് അവസരമുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഈ വിശ്വാസ പരിശീലന ദിനം ഔദ്യോഗികമായി ആരംഭിക്കുന്ന ദിവസം ഈ മക്കളെയും അധ്യാപകരെയും ഓർക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവത്തിന് മുമ്പാകെ നമുക്ക് നന്ദി പറയാം. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദാനിയേൽ കടകംപള്ളി അച്ഛനാണ്. അച്ഛൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുക. നീണ്ട വർഷക്കാലം താടിയൊക്കെ നീണ്ട നരയൊക്കെ ഉണ്ടെങ്കിലും എന്നെക്കാളും ജൂനിയറാണ്. ദീർഘകാലം നമ്മുടെ സഹോദരി രൂപതയായ പുത്തൂർ രൂപതയിൽ വളരെ വിവിധ മിഷനുകളിലായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷ നടത്തി വരികയായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയോടുകൂടി ബത്തേരി രൂപതയിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് ബഡേരി പാമ്പ്ള ഇടവകയുടെ വികാരിയായി ചുമതലയേൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സന്തോഷത്തോടുകൂടി എൻ്റെ നടപ്പ് ദോഷത്തെ പ്രതി ഞാൻ അച്ഛൻ ക്ഷണിച്ചതാണ്. അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. അച്ഛന് പുതിയ ഇടവകയിൽ എല്ലാ നന്മകളും ദൈവാനുഗ്രഹവും നേരുന്നു. ആടുകളെ അറിയുന്ന, ദൈവജനത്തെ അറിയുന്ന, അവരുടെ ചൂരുള്ള ഒരു നല്ല വൈദികനായി എന്നും അങ്ങനെ തന്നെയാണ് അച്ഛൻ.
അച്ഛന് കൂടുതൽ ശുശ്രൂഷിക്കാൻ ഇടയാകട്ടെ എന്ന് മലങ്കര ഇടവകയുടെ പേരിൽ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛന് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ കൊച്ചു ഇടവകയിലേക്ക് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഏറെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കാഴ്ചയർപ്പണത്തിനായിട്ട് ഒരുങ്ങാം. Can